ആലുവ ചൊവ്വരയിൽ നടന്ന ഗുണ്ടാക്രമണം ആസൂത്രിതമെന്ന് പോലീസ്. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും ആലുവ റൂറൽ SP വൈഭവ് സക്സേന. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലുവ നഗരത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ചൊവ്വര കൊണ്ടോട്ടിയിൽ നടന്ന ഗുണ്ടാക്രമണം. ഏപ്രിൽ 30-ന് രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വളരെ മൃഗീയമായാണ് മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. കൂടാതെ 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഹെൽമെറ്റിന് വന്ന് ഒരാൾ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വാച്ച് ചെയ്ത്, അത് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ തന്നെ അവർ കാർ പറഞ്ഞ് കയറ്റിയിട്ടുണ്ടായി. ഒരു 5-8 പേരോളം ഉണ്ടെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ ആക്രമിച്ച് ഞങ്ങൾ അത്യാവശ്യം എനിക്ക് 3 കുത്ത് കിട്ടി പുറത്ത്. അപ്പോൾ ഇതേക്കുന്നതാണ് ഞങ്ങളെ. അത് കഴിഞ്ഞിട്ട് സുലൈമാൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. സുലൈമാൻ കുറച്ച് മാറി അപ്പുറം വേറെ 2-3 പേരായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് വെയിറ്റ് ഷെഡിലിരുന്നത് ഞങ്ങളെയാണ് ആദ്യം ഇവർ ആക്രമിച്ചത്. സുലൈമാൻ എന്താ പ്രശ്നം എന്ന് പറയുക ചോദിക്കാൻ ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ ഇവർ നല്ല രീതിയിൽ അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നത് പറഞ്ഞപ്പോൾ അവൻ്റെ തലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ട്. ചിറ്റിക, ദണ്ട്, വടിവാള് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ട്. ഈ സൈഡൊക്കെ തകർന്നിരിക്കുകയാണ്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൽ 3 പേർ ജില്ലയുടെ പുറത്തു നിന്നുള്ളവരാണെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആൾക്ക് ഒരു നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു 307 IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ നിലവിൽ 3 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഒരു സംശയമുള്ള ആളിയും കൂടാതെ ഒരു കസ്റ്റഡിയിലുണ്ട്. 3 പേർ ഫൈസൽ ബാബു, സിറാജ് ആൻഡ് സനീർ. ഈ 3 പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളാണ്. സോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. റിവെഞ്ച് പോലെയാണോ അത് ഈ ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതാണ്. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായ ശേഷം മാത്രം പറയാം. ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെയും മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആലുവ MLA അൻവർ സാദത്ത് പറഞ്ഞു. അത് ഞങ്ങളുടെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ ഈ വാർഡിലെ മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാന് ഗുരുതരമായ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ രാത്രി തന്നെ പോയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഇന്ത്യൻ ബ്ലീഡിങ്ങും ഇപ്പോഴും ആൾക്ക് ഓർമ്മയില്ലാതെയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പോലീസ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡി എടുത്തെന്നാണ് പോലീസ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ടായി. ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നു മനസ്സിലാകുന്നത്. ഗുണ്ട ആക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ചെയ്തവരെ പിടിക്കുന്നു, പക്ഷേ ചെയ്യിപ്പിച്ചവരെ പലപ്പോഴും പിടിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ആരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അവരെയും കൂടിയും ഈ കേസിൽ കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം. അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.